Okay, good morning all of you. Appa page number 45. All of you take a textbook. Malayalam textbook എടുത്തിട്ട് page number 45. കണ്ടോ എല്ലാവരും? എടുത്തോ? ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് ചേർത്ത് എഴുതാം എന്നതുണ്ട് അല്ലേ? കണ്ടോ എല്ലാ മക്കളും? ഓക്കെ. അപ്പോ അതിൽ ഫസ്റ്റ് വൺ ചെറിയ വീട് അല്ലേ? കണ്ടോ എല്ലാവരും? വായിച്ചു നോക്കിയേ. നമ്മൾ ചിഹ്നങ്ങൾ എ ചിഹ്നം പഠിച്ചുവല്ലോ. ഉണ്ടോ? ചാക്ക് മുമ്പിൽ എ എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ചെറിയ എഴുതുമ്പോ ഏത് ചിഹ്നം അവിടെ യൂസ് ചെയ്തത്? ചാക്ക് മുമ്പില് എ എന്ന ചിഹ്നമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോ ചെറിയ വീട്. വീട് എഴുതുമ്പോ വാക്ക് ഏത് ചിഹ്നം യൂസ് ചെയ്തിട്ടുള്ളത് ദീക്ഷിതേ? വീട് എന്ന് എഴുതിയതില് ഏത് ചിഹ്നം അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? വാക്ക് വീട് എഴുതിയതില് ഈ എന്ന ചിഹ്നം അല്ലെ? ഓക്കെ. അപ്പൊ ചുരുക്ക് വള്ളി ഈ എന്ന ചിഹ്നമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വീട് എങ്ങനെയുള്ള വീടാണ്? ചെറിയ വീട് അല്ലെ? ചാക്ക് മുമ്പിൽ എ എന്ന ചിഹ്നം, എ ചിഹ്നം കണ്ടോ നിങ്ങൾ എല്ലാവരും? ചെറിയ അല്ലെ? എഴുതുമ്പോ ചെറിയ. അവിടെ റാക്ക് ഈ ചിഹ്നം യൂസ് ചെയ്തു, യാ എഴുതി അല്ലെ? ചെറിയ. അപ്പോ ചെറിയ വീട് അല്ലെ? അത് ചേർത്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ് നോക്കിയേ? വലിയ മരം അല്ലെ? വലിയ മരം ചേർത്ത് എഴുതിയ മക്കളെ പെൻസിൽ കൊണ്ട്. വലിയ എന്ന് എഴുതുക, അതിന്റെ അടുത്ത് തന്നെ മരം എന്ന് എഴുതുക. ഓക്കെ, ആ ഡോട്ടിൽ എഴുതിയേ വലിയ മരം. അപ്പൊ അവിടെ ലാക്ക് ഏത് ചിഹ്നമാണ് യൂസ് ചെയ്തിട്ടില്ലേ? ഇ അല്ലെ? ഇ എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ചുരുക്കില്ലാത്ത വള്ളി. അപ്പൊ വലിയ മരം എഴുതിയേ, പറഞ്ഞോണ്ട് എഴുതണേ. വലിയ മരം. മരം എന്ന് എഴുതുമ്പോ ഏത് ചിഹ്ന രാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ അല്ലെ? പഠിച്ചു, ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഏതാണ് മരം എന്ന് എഴുതിയതിന് യൂസ് ചെയ്തിട്ടുള്ള? ബിയോണ രം. ഏത് ചിഹ്ന അത്? രാക്ക് ഏത് ചിഹ്ന യൂസ് ചെയ്തിട്ടുള്ളത്? ആർക്കറിയാമത്? ഏത് ചിഹ്നാണ് രാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അലൻ എന്താ ഏത് ചിഹ്ന? അം. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അം എന്ന ചിഹ്നാണ് അവിടെ രാക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ? ലാസ്റ്റിലത്തത് അം. ഓക്കെ, അതിനെന്ത് പറയുന്നറിയോ? അനുസ്വാരം എന്ന് പറയും. ഓക്കെ, അപ്പോ അം എന്ന ചിഹ്നാണ് മരം എന്ന് എഴുതിയപ്പോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വലിയ മരം ചേർത്ത് എഴുതിയേ. വലിയ മരം, അത് നോക്കി അവിടെ എടുത്ത് എഴുതുകയെ വേണ്ടു കേട്ടോ. വലിയ മരം. ഫിനിഷ് ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് വൺ തടിച്ച പുസ്തകം. എങ്ങനെയുള്ള പുസ്തകം പറഞ്ഞത്? തടിച്ച പുസ്തകം അല്ലേ? തടിച്ച എഴുതിയേ, നോക്കി എഴുതിയ, അവിടത്തേക്ക് മാറ്റി എഴുതിയ, ചേർത്ത് എഴുതിയേ. തടിച്ച പുസ്തകം. തടിച്ചാന്ന് എഴുതി, പുസ്തകം എന്ന് എഴുതണം. ആ ഇതിലേക്ക് അടുത്ത് എഴുതണം. ഇവിടെ വിട്ട് തന്നിട്ടുള്ളത് നമ്മൾ അടുത്ത് എഴുതണം അവിടെ. ഓക്കെ, തടിച്ച. ടാ എന്നതിന് ടാക്ക് ഈ എന്ന ചിഹ്നമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. തടിച്ച എഴുതുന്നു. തടിച്ച പുസ്തകം. കം അല്ലെ? അവിടെയും അം എന്ന ചിഹ്നം വന്നു അല്ലെ? പുസ്തകം എന്ന് എഴുതുമ്പോ അം എന്ന ചിഹ്നം വന്നു. ഓക്കെ, അപ്പോ തടിച്ച പുസ്തകം. തടിച്ച പുസ്തകം. അടുത്ത് എഴുതിയോ മക്കളെ? എന്ത് ഏബിലിന് എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സിനോട്? ഏബിലെ അൺമ്യൂട്ട് ചെയ്തോ? ഓ, മിസ്സിന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ, ഷെയർ ചെയ്തിട്ട് ഒന്നും കൂടെ എഴുതി കാണിക്കാമോ? എഴുതി കാണിക്കണോ ഇത്? ഓക്കെ, എഴുതി കാണിക്കാം. ഇപ്പൊ ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് മിസ് അത് എഴുതി കാണിക്കാതിരുന്നത് കേട്ടോ. ചെറിയ വീട്. ഫസ്റ്റ് വൺ ചെറിയ വീട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താ എഴുതേണ്ടത്? വലിയ മരം അല്ലെ? എഴുതിയോ ആരെങ്കിലും വലിയ മരന്ന്?
വലിയ വലിയ മരം നടുത്ത് എഴുതണം. അത്രേ ഉള്ളൂ കേട്ടോ. അതേ സംഭവങ്ങള് അവിടെ എടുത്ത് എഴുതണം. ഡോട്ടിലാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്, അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഡോട്ടിൽ. ഓക്കെ, വലിയ മരം എഴുതിയോ ഇവലെ? വലിയ മരം എഴുതി അല്ലേ? നെക്സ്റ്റ് വൺ തടിച്ച പുസ്തകം. അടുത്ത നമുക്ക് എഴുതേണ്ടത് തടിച്ച പുസ്തകം. ടാ എഴുതി ഈ എന്ന ചിഹ്നം നമ്മൾ യൂസ് ചെയ്തു. തടിച്ച, ഇച്ച കൂട്ടക്ഷരാണ് ഇച്ച. ഓക്കെ, പുസ്തകം. ജന്മക്കുട്ടി ഇതിലെഴുതല്ലേ? ഓക്കെ, അപ്പൊ തടിച്ച പുസ്തകം എഴുതിയോ? രണ്ടാമത്തെ നിങ്ങള് ആദ്യം ചെറിയ വീട് ഓൾറെഡി അതിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വലിയ മരം, അത് കഴിഞ്ഞ് തടിച്ച പുസ്തകം, അത് കഴിഞ്ഞ് ഏതാണ്? മെലിഞ്ഞ പട്ടി. എങ്ങനെയുള്ള പട്ടിയാ? മെലിഞ്ഞ. അപ്പൊ എ എന്ന ചിഹ്നം ആദ്യം എഴുതുക. മാ എഴുതിയപ്പോ മേ ആയി അല്ലേ? മേ. ലിഞ്ഞ ലാ എഴുതിയിട്ട് ഏത് ചിഹ്ന യൂസ് ചെയ്യുന്നത്? ഈ എന്ന ചിഹ്നം അല്ലേ? മെലിഞ്ഞ. മെലിഞ്ഞ, മെലിഞ്ഞ പട്ടി. ഇട്ടയാണേ, തായുടെ കൂട്ടക്ഷരം. ഇട്ട പട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? നീണ്ട വടി അല്ലേ? ഈ എന്ന ചിഹ്നം, നാക്ക് ഈ എന്ന ചിഹ്നം യൂസ് ചെയ്തു. അപ്പൊ നീണ്ട. ശ്രദ്ധിക്കണേ മക്കളെ, നാക്ക് ചുരുക്ക് വള്ളി യൂസ് ചെയ്തു. അപ്പൊ നീണ്ട അല്ലേ? നീണ്ട, നീണ്ട വടി. വാ എഴുതി, താ എഴുതി, ഫസ്റ്റ് ടാ എഴുതണം അല്ലേ? ടാ, വടി. എനിക്ക് ഏത് ചിഹ്ന യൂസ് ചെയ്യുന്നത് നമ്മള് വടിക്ക്? ഈ ചിഹ്നം യൂസ് ചെയ്തു. നീണ്ട വടി. നെക്സ്റ്റ് വൺ എന്താണ്? കറുത്ത പശു അല്ലേ? കറുത്ത പശു. ഇത് കളഞ്ഞോട്ടെ മക്കളെ. എഴുതിയോ ഏബൽ? ഇതുവരെ ഉള്ളത് കംപ്ലീറ്റ് ആയോ മക്കളെ എല്ലാവർക്കും? നീയെ കുട്ടി എഴുതിയോ? ജിയ? ഓക്കെ, ഇനി ഏതെങ്കിലും മക്കളെ എഴുതാതിണ്ടോ? ഇത് ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇത് കളയുന്ന മിസ് അടുത്ത എഴുതണം കേട്ടോ, അതിനു വേണ്ടിയാണ്. അപ്പൊ നെക്സ്റ്റ് വൺ എന്താണ്? കറുത്ത പശു. ഏത് ചിഹ്ന റാക്ക് യൂസ് ചെയ്ത് നമ്മള്? ഏത് ചിഹ്ന റിച്ചാണ് നമ്മളിപ്പം റാ എന്ന അക്ഷരത്തിന് യൂസ് ചെയ്തത്? റാ എന്ന അക്ഷരത്തിന് ഏത് ചിഹ്ന യൂസ് ചെയ്തത്? റാക്ക് ഏത് ചിഹ്നം യൂസ് ചെയ്തു? കറുത്താന്ന് എഴുതുമ്പോ ഊ ചിഹ്നം അല്ലേ? പശുന്ന് എഴുതുമ്പോ അത് തന്നെ. അപ്പൊ ഊ എന്ന ചിഹ്നമാണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ? ഇവിടെ കറുത്ത പശു, കറുത്ത പശു അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? എഴുതി കഴിഞ്ഞോ?
നെക്സ്റ്റ് വൺ ഉരുണ്ട പന്ത്. അവിടെ ഏത് ചിഹ്ന? ഉരുണ്ട എന്ന് എഴുതുമ്പോ രാ എഴുതിയിട്ട് ഊ എന്ന ചിഹ്നം യൂസ് ചെയ്യണം. ഉരുണ്ട പന്ത്. ഉരുണ്ട. ഊ എഴുതി പറഞ്ഞോണ്ട് ശ്രദ്ധിച്ചെഴുതിയേ. ഊ യു ഉണ്ടാ. ഉരുണ്ട എന്ന് എഴുതുമ്പോ രാ എഴുതിയിട്ട് ഊ ചിഹ്നം യൂസ് ചെയ്യണം. ഉരുണ്ട പന്ത്. ഉരുണ്ട പന്ത് അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? അവിടെ നമ്മൾ ഊ എന്ന ചിഹ്നം യൂസ് ചെയ്തു രാക്ക്, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ വെളുത്ത കൊക്ക്. വെളുത്ത ഏത് ചിഹ്നം അവിടെ യൂസ് ചെയ്യുന്നത്? റയാനെ ലാ എഴുതിട്ട് നമ്മൾ ഏത് ചിഹ്നം യൂസ് ചെയ്യണം? റയാനെ വെളുത്ത എഴുതുമ്പം ആദ്യം വാ എഴുതിയതിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? എ എന്ന ചിഹ്നം യൂസ് ചെയ്തു അല്ലെ? നെക്സ്റ്റ് ലാക്ക് ഊ എന്ന ചിഹ്നം യൂസ് ചെയ്തു. ഓക്കെ, മനസ്സിലായി അല്ലേ? അപ്പൊ വെളുത്ത. വെളുത്ത കൊക്ക്. കൊക്ക് എന്ന് എഴുതുമ്പോ ഏത് ചിഹ്നം യൂസ് ചെയ്തത്? ഇവിടെ നമ്മള് കാക്ക് മുമ്പിൽ എ എന്ന ചിഹ്നമുണ്ട്, ആ എന്ന ചിഹ്നമുണ്ട്. അപ്പൊ ഓ ചിഹ്നം അല്ലേ? നെക്സ്റ്റ് വൺ വെളുത്ത കൊക്ക്. വാക്ക് മുന്നില് നമ്മൾ എ എന്ന ചിഹ്നം യൂസ് ചെയ്തു. ലാ എഴുതി ഊ ചിഹ്നം. വെളുത്ത. തായുടെ കൂട്ടക്ഷരം. വെളുത്ത കൊക്ക്. ഇതാണ് ഓ ചിഹ്നം. കാക്ക് മുമ്പിൽ ആദ്യം എ ചിഹ്നം ഇട്ടു. നെക്സ്റ്റ് ആ എന്ന ചിഹ്നം യൂസ് ചെയ്യുമ്പോ ഏതായി? ഓ എന്ന ചിഹ്നം. കൊക്ക്. ഓക്കെ, വെളുത്ത കൊക്ക്. അപ്പൊ അത് ഫിനിഷ് ആയില്ലേ? എല്ലാവരും എഴുതിയോ? അപ്പൊ ആദ്യത്തത് ഒന്നുകൂടി മിസ് വായിക്കാം, ക്ലിയർ ചെയ്യണേ തെറ്റുണ്ടെങ്കിൽ. അപ്പൊ ചെറിയ വീട്, വലിയ മരം, തടിച്ച പുസ്തകം, മെലിഞ്ഞ പട്ടി, നീണ്ട വടി, കറുത്ത പശു, ഉരുണ്ട പന്ത്, വെളുത്ത കൊക്ക്. ഓക്കെ, അപ്പൊ എഴുതുന്ന സമയത്ത് ചിഹ്നങ്ങളും കൂടെ നിങ്ങൾ ഓർമ്മിച്ച് എഴുതുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ എന്താ വരുന്നത്? അവിടെ ഇത് ഫിനിഷ് ആയോ? എല്ലാവർക്കും എഴുതി കഴിഞ്ഞോ മക്കളെ? ഓക്കെ ആണോ? നീലാഞ്ജലി എഴുതി. നെക്സ്റ്റ് ദീക്ഷിത്, ആയുഷ്, എല്ലാവരും എഴുതിയോ? ജിയ റോസ്, കാവ്യോ, നിവേദ്യ എഴുതിയോ? നിവേദ്യ. ഓ, ദേവാംഗ് എഴുതി. അമാൻ എഴുതി അല്ലെ? എല്ലാവരും എഴുതിയല്ലേ? അപ്പൊ നെക്സ്റ്റ് വൺ എന്താ വരുന്നത്? നമുക്ക് അടുത്തവർക്ക് എന്താ? പാടാം രസിക്കാം അല്ലേ? പാടാം രസിക്കാം. പാടി നോക്കിയേ. എങ്ങനെയാ പാട്ട് വരുന്നത്? എങ്ങനെയാ ഇഫുന? പൂച്ച നല്ല പൂച്ച. ഓക്കെ, പഠിച്ചോ? പൂച്ച അല്ലെ? ആദ്യത്തെ എന്താ വായിക്കുക? പൂച്ച. ഊ എന്ന ചിഹ്നം ഉണ്ട് അല്ലെ? പാക്ക് ഊ. പൂച്ച. പൂച്ച നല്ല പൂച്ച. നെക്സ്റ്റ് ലൈൻ എന്താ വായിച്ചു? അല്ല, പൂച്ച നല്ല പൂച്ച. രണ്ടാമത്തെ വരി. സെക്കൻഡ് ലൈൻ എന്താ മോളെ? അല്ല, വൃത്തി. അക്ഷരം നോക്കിയേ. വാക്ക് എന്ന ചിഹ്നം. വൃത്തി. ചിഹ്നം നോക്കി വായിച്ചേ. വൃത്തിയുള്ള. പൂച്ച. പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഇത് നല്ല പൂച്ചയോ? ഓക്കെ, ഈ പൂച്ച നല്ല പൂച്ചയോ? ടീച്ചറോട് പറയുന്നതാണുള്ളത് അതില്. അപ്പൊ എങ്ങനെയാണ്? അക്ഷരങ്ങളെ നോക്കി നിങ്ങൾ വായിക്കണം, ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യാ? ആയത് ഊച്ചിനൊട്ടു പൂച്ച. നല്ല. ഇല്ല, ലായുടെ കൂട്ടക്ഷരം ഇല്ല. പൂച്ച. നെക്സ്റ്റ് ലൈൻ എന്താ? വാക്ക് ഇറ് എന്ന ചിഹ്നയാണ് യൂസ് ചെയ്തത്. വൃത്തി. വൃത്തിയുള്ള. യാക്ക് എന്ന ചിഹ്നം? ഊ എന്ന ചിഹ്നം. വൃത്തിയുള്ള പൂച്ച. നെക്സ്റ്റ് വൺ
പാല്. ആ എന്ന ചിഹ്നം യൂസ് ചെയ്ത എന്താണ്? പാല്. പാക്ക് ആ എന്ന ചിഹ്നം യൂസ് ചെയ്തു. അപ്പൊ പാ. ലാക്ക് ഊ ചിഹ്നോ ലു അല്ലെ? പാലു വെച്ച പാത്രം. വാക്ക് മുമ്പിൽ എ എന്ന ചിഹ്നം ഉണ്ട്. അപ്പൊ വെച്ച ഇച്ച കൂട്ടക്ഷരം പാത്രം അല്ലെ? നെക്സ്റ്റ് അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ നോക്കി വായിക്കണേ. വൃത്തിയാക്കി വെച്ചു. ഒന്നുകൂടി വായിക്കാം നമുക്ക് എഴുതിയത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലു വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഈ പൂച്ച നല്ല പൂച്ചയോ? ഓക്കെ, ഈ പൂച്ച നല്ല പൂച്ചയാണോ? അതെയോ? കണ്ടാല് ഓക്കെ, നല്ല വൃത്തിയുണ്ട് അല്ലേ? അപ്പൊ ഒന്നുകൂടി പാടിയ എല്ലാവരും പാടുന്നുണ്ടോ? നോക്കിട്ടേ ഉറക്കെ. പൂച്ച നല്ല വായിച്ചേ. വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഈ പൂച്ച നല്ല പൂച്ചയോ? ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്ന അടുത്ത്? റയാനൊന്ന് വായിച്ചു നോക്കിയേ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലു വെച്ച പാത്രം വച്ചു. ഓക്കെ, അപ്പോ എന്താണ്? പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലു വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. അല്ലേ സാവിയോ? സാവിയോ പാടുന്നോ? ഈ പൂച്ച നല്ല പൂച്ചയോ? സാവിയോ പാടിക്കോ. നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലു വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ, വെച്ചു അല്ലേ? അക്ഷരങ്ങൾ നോക്കി വായിക്കണേ. ഓക്കെ, ഇനി ആരാ വായിക്കുന്നേ? റിച്ചാർഡ്. വായിച്ചോ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലു വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഈ പൂച്ച നല്ല പൂച്ചയോ? പൂച്ച നല്ല പൂച്ചയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആരാ വായിക്കുന്നേ? അമൃത. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലു വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ ആരാ? ഷഹ്ബറ. ഓക്കെ, ഷഹ്ബറ എവിടെ പോയി ഷഹ്ബറ നീ? ഓക്കെ, വായിച്ചോ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ, സേറ. അടുത്ത സേറ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ ആരാ വായിക്കുന്നേ? ഈ പൂച്ച നല്ല പൂച്ചയോ അല്ലേ? നെക്സ്റ്റ് നൈല ഷക്കീർ വായിക്കുന്ന. ഓക്കെ, പാത്രം വൃത്തിയാക്കി വച്ചു. നെക്സ്റ്റ് ആരാ? ഓക്കെ, ഇവിടെ ദീക്ഷിത്.
പൂച്ച നല്ല പൂച്ച വൃത്തി ഉള്ള പൂച്ച പാല് പാലു വെച്ച പാത്രം വൃത്തി ആക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് വൺ ആരാ? ഓക്കെ ഓക്കെ ദേവാങ്ക്. വിളിക്കാട്ടോ മക്കളെ, കുറെ പേര് കൈമുക്കുന്നുണ്ട്. ദേവാങ്ക് സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ നെക്സ്റ്റ് ഏബൽ മാത്യു. ഓക്കെ വായിച്ചോ. നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. നെക്സ്റ്റ് വൺ ആരാ? ആരാ മക്കളെ? ആയുഷ്. ഓക്കെ പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് വൺ ആരാ? ബിയോണ. ബിയോണ. പാല് വെച്ച വൃത്തിയാക്കി വച്ചു. ഓക്കെ നെക്സ്റ്റ് വൺ അൻവിത. പൂച്ച ഉള്ള പൂച്ച പാത്രം ഓക്കെ നെക്സ്റ്റ് ആരാ? ഈ പൂച്ച നല്ല പൂച്ചയോ. നെക്സ്റ്റ് ആരാ? കൈ പൊക്കാത്ത കുറെ മടിയന്മാരുണ്ടല്ലോ എൻ്റെ അടുത്ത്. അലൻ ജോസഫ്. പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് വൺ ആരാ? മിഗ്ദാദ്. മിഗ്ദാദ് ഒന്ന് കൈ പൊക്കാണ്ട് അവിടെ കള്ളനായി ഇരിക്കുകയാണ്, ഞാൻ കാണുന്നുണ്ട്. പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. വെച്ചു. ഓക്കെ നെക്സ്റ്റ് നിവേദ്യ. പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി പൂച്ച വൃത്തിയാക്കി വച്ചു. ഓക്കെ നെക്സ്റ്റ് നിയ. പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് വൺ ആരാ? ജോവിൻ. ജോവിൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഈയിടെ അവിടെ ഇരിക്കാണ്, വേഗം അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ നെക്സ്റ്റ് അയാൻ വിജേഷ്. പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് ആരാ? ആൻഡ്രോസ്. ആൻഡ്രോസ്. പൂച്ച പൂച്ച ഉള്ള പൂച്ച വൃത്തിയാക്കി വച്ചു.
ഓക്കെ നെക്സ്റ്റ് ദേവർഷ. ദേവർഷ അൺമ്യൂട്ട് ചെയ്തേ ദേവർഷ. കേൾക്കുന്നില്ല. നെക്സ്റ്റ് അമാൻ മാധവ്. അമാൻ. ഓക്കെ ആദിത്യനൂപ്. ആർക്കും കേൾക്കുന്നില്ലേ? ആദിത്യ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് ഫാത്തിമ കെ എം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് ആരാ? ദേവർഷ കേൾക്കുന്നുണ്ടോ? മുഹമ്മദ് മുബ്താസിം. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് നീലാഞ്ജന. പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഈ പൂച്ച നല്ല പൂച്ചയോ? ഈ പൂച്ച നല്ല പൂച്ചയോ? നെക്സ്റ്റ് ആരാ? പറയുന്നുണ്ട് പ്രലീന. ജിയ റോസ്. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ച്. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാ? ആയിരിക്കും നെറ്റ് ക്ലിയർ ഇല്ല? വിളിക്കുന്നവര് പാടുന്നില്ലല്ലോ. നെക്സ്റ്റ് ആരാ? റസീൻ. ഓക്കെ റസീൻ. നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ ജൽവ ഫാത്തിമ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ നെക്സ്റ്റ് ആരാ പാടുന്നേ? പാടാത്തവര് ദേവാങ്ക് പാടിയില്ലേ മോനെ? പാടാത്തവരുണ്ടല്ലോ ഇന്നും. ഓക്കെ ഇവിടെ ജോയൽ ഇല്ലേ? ജോയൽ. പാത്രം വൃത്തിയാക്കി വെച്ചു. ഇഷികാരാജി കേൾക്കുന്നുണ്ടോ? ദേവർഷ കേൾക്കുന്നുണ്ടോ? ഓക്കെ അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ മോളെ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ അമാൻ മാധവ് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് പാടിക്കും മോനെ.
അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഈ പാഠം കംപ്ലീറ്റ് ആയി അല്ലേ? 12ാമത്തെ ഈ ലെസൺ കംപ്ലീറ്റ് ആയി. രാമുവിന്റെ വീട് അല്ലേ? രാമുവിന്റെ ചെറിയ വീട്, തൊടിയിൽ വലിയ മരം, തൊഴുത്തിൽ കറുത്ത പശു, പാടത്ത് വെളുത്ത കൊക്ക്, മേശപ്പുറത്ത് തടിച്ച പുസ്തകം, കൂട്ടിൽ മെലിഞ്ഞ പട്ടി, മുത്തശ്ശിയുടെ നീണ്ട വടി, മുത്തുവിന്റെ ഉരുണ്ട പന്ത്, ചെറിയ, വലിയ, തടിച്ച, മെലിഞ്ഞ, നീണ്ട, ഉരുണ്ട, വെളുത്ത, കറുത്ത, ചെറിയ വീട്, വലിയ മരം, തടിച്ച പുസ്തകം, മെലിഞ്ഞ പട്ടി, നീണ്ട വടി, കറുത്ത പശു, ഉരുണ്ട പന്ത്, വെളുത്ത കൊക്ക്. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ. ഇവിടെ നാസ മറിയം വായിച്ചില്ലല്ലോ. നാസ മറിയം ഇപ്പൊ ഇവിടെ കണ്ടല്ലോ ആളെ. നാസക്കുട്ടി വായിച്ചോ? പാട്ട് പാടിയേ. പൂച്ച നല്ല പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു രാമുവിന്റെ വീട് എന്ന ലെസൺ അത് കഴിഞ്ഞു അല്ലേ? അപ്പൊ നല്ലപോലെ വായിക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിലും ആ ചിഹ്നങ്ങള് പറഞ്ഞുകൊണ്ട് പോവാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 13ാമത്തെ പാഠം എടുക്കാനുണ്ട്, കളി എന്ന പാഠം അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. എന്ത് ചെയ്യണം? ഈ പാഠം നല്ലപോലെ വായിക്കണേ മക്കള് കേട്ടോ. ചിഹ്നങ്ങള് നോക്കി മനസ്സിലാക്കി വായിക്കണം.